സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷർട്ടാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ പറ്റുന്ന ഷർട്ട്. അഥവാ യൂണിഫോമിൻ്റെ സീസൺ ആണല്ലോ. യൂണിഫോം ടൈമിന് ഷർട്ടിൻ്റെ വീഡിയോ കാണിക്കുമെന്ന് പലരും ചോദിച്ചത് കാരണമാണ് ഷർട്ടിൻ്റെ വീഡിയോ കാണിക്കുന്നത്. പലർക്കും അത് അടിക്കാനോ കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഷർട്ടിൻ്റെ കട്ടിങ് കാണിച്ചു തരാം. ഇത് ഡബിൾ ആണ്, 2 ഷർട്ടാണ് വരുന്നത്. ഷർട്ടിൻ്റെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം. 2 കരഭാഗം നമ്മൾ ഡബിൾ ഷർട്ട് ആയതുകൊണ്ട് ഡബിളായിട്ട് മടക്കിയിട്ട് അല്ലെങ്കിൽ സിംഗിളായിട്ട് മടക്കുക. 2 കരഭാഗം നമ്മൾ അറ്റത്തോട്ടിടുക. ജെൻസ് ഷർട്ടും ലേഡീസ് ഷർട്ടും ഒരുപോലെ തന്നെയാണ്. ചെറിയൊരു മാറ്റം മാറിൻ്റെ അവിടെയാണ് വരുന്നത്. ജെൻസിന് മാറ് നമ്മളെ ഹോൾസ് വരുന്ന മാറ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട്. ലേഡീസിന് അങ്ങനെ ചെയ്യാറുണ്ട് ചിലർ ലേഡീസ് ഷർട്ടല്ലേ മാറ് കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജെൻസ് രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ബട്ടൺ വരുന്ന മാറ് കുറച്ച് ചെറുത്, മറ്റത് കുറച്ച് കൂടുതലിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഷർട്ടിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത്. താഴെ നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കാനിടുക. ഇനി നമ്മൾ നേരെ മാറ് 1.5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാറ് നമ്മൾ നേരെ സ്ട്രെയിറ്റ് 2 കരഭാഗമാണ് ഇടേണ്ടത്. 4 കരഭാഗം, അതായത് ഇത് 2 ഡബിൾ ഷർട്ടാണ്. 2 കരഭാഗം ഇങ്ങനെ നമ്മൾ ഭാഗത്തോട്ടിട്ടിട്ട് നേരെ ലെവലാക്കി, തുണിയൊക്കെ ചുരുണ്ടും ക്രോസായി കിടക്കുന്ന ലെവലാക്കി ഇടുക. ഷർട്ടിൻ്റെ അളവ് ഇവിടെ ഉണ്ട് 21 ഇഞ്ച് ലെങ്ത്ത്. അപ്പോൾ 21 ഇഞ്ച് ലെങ്ത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 21 1/2 ഇഞ്ച് മേലെ തുന്നത്തുമ്പ് പോകുമ്പോൾ അത് കൂട്ടിയിട്ട് 21.5 ഇഞ്ച് എടുക്കുക. ഇനി റിഗാള് കൈ നോക്കുക. റിഗാൾ ഷർട്ടിൻ്റെ അധികം ഇവിടെ റിഗാൾ ആരും എടുക്കാറില്ല. കൈ ലൂസ് നോക്കിയിട്ട് അതിൻ്റെ പകുതിയാണ് എടുക്കാറ്. കൈൻ്റെ ലൂസ് 10, അതിൻ്റെ പകുതി 5 ഇഞ്ച്, അങ്ങനെ എടുത്താലും മതി. 5 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. ഇവിടെ ഷർട്ടിൻ്റെ മാർക്കിങ് ശ്രദ്ധിക്കുക. മേലെ ഷോളറിൻ്റെ അവിടെ 1 ഇഞ്ച് താഴോട്ട് ചെരിച്ചു കൊടുക്കണം. അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലെവൽ ഇട്ട് കൊടുക്കുക. ഇനി ജെൻസിൻ്റെ ഷർട്ടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടിന് 1/2 ഇഞ്ച് മാത്രമേ തുന്നത്തുമ്പ് ഇടേണ്ട ആവശ്യമുള്ളൂ. കാരണം അത് സൈഡ് കവറിങ് ആണ് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഷർട്ടിൻ്റെ ലൂസ് എടുത്തിരിക്കുന്നത് ഇത് ചെസ്റ്റ് ഷേപ്പ് ഒരു ഷർട്ടുമെന്ന് എടുത്താണ് 1 സൈഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 1 സൈഡ് എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ചാണ് ഒരു ഭാഗം വരുന്നത്. 8.5 1/2 ഇഞ്ച് തുന്നത്തുമ്പും കൂട്ടിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് കുറച്ച് ഷേപ്പിൻ്റെ അവിടെ, 9 എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച് ഷേപ്പിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുക. ഇനി സീറ്റ് ലാസ്റ്റ് അവിടെ വേണ്ടത് 9 ഇഞ്ച്, 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 9.5 ഇഞ്ച് ഇട്ട് കൊടുക്കുക. അതിനെ ചെറുതായിട്ടൊന്ന്, ഷർട്ടിന് അധികം ഷേപ്പിംഗ് ഉണ്ടാവില്ല എങ്കിലും ചെറിയ ഷേപ്പ് ഉണ്ട്, അതൊന്ന് ഷേപ്പായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. താഴെ ഭാഗം ചെറിയ റൗണ്ടിലാണ് വരിക, അതൊന്ന് ചെരിച്ചവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഷോൾഡർ എടുക്കുക. ഷോൾഡർ 12.25, 12.5, 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 12.25, അപ്പോൾ 6.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരെ മേലെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്ത്, കോളർ നോക്കുക. കോളർ ഇവിടെ എടുത്തിരിക്കുന്നത് കോളർ 11 ഇഞ്ച്. 11 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറക്ക് 10, 10ൻ്റെ 4-1, 2.5, 2.5 11 കോളർ. അതിൽ നിന്ന് 1 ഇഞ്ച് കുറക്കുമ്പോൾ 10, 10ൻ്റെ 4-1 എന്ന് പറയുമ്പോൾ 2.5, 2.5 1/2 ഇഞ്ച് കൂടെ കുറച്ചിട്ട് 2 ഇഞ്ച് കഴുത്തിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരെ താഴെ നമ്മൾ 1 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് തിരിച്ചു കൊടുക്കുക. ഇനി അവിടുന്ന് നേരെ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് അവിടേക്ക് ക്രോസിൽ വരച്ചു കൊടുക്കുക. നേരെ ഷോൾഡർ വന്ന് റിഗാളിൻ്റെ അവിടേക്ക് ലെവലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ റിഗാളിന് ഷോൾഡറിൻ്റെ അവിടേക്ക് ക്രോസ് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവാണ്. സൈഡിലോട്ട് നേരെ ചെരിച്ച് തന്നെ കൊടുക്കുക. ലെവല് വേണ്ടവർക്ക് ലെവല് വേണമെന്ന് പറയും. ലേഡീസ് ഷർട്ടിനൊക്കെ ലെവലായിട്ട് വരാറുണ്ട്. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലെവലായിട്ട് കൊടുക്കുക. ഇത് ലെവലല്ല, ഷേപ്പാണ്, ഷേപ്പിൽ കൊടുക്കുക. ഇനി നേരെ നമ്മളെ മാർക്കിലൂടെ തുന്നത്തുമ്പൊന്നും പുറത്തോട്ടിടണ്ട. കവറിങ് വരുന്നതിന് ലേഡീസിനൊക്കെ തുന്നത്തുമ്പ് 1 ഇഞ്ച് പുറത്തോട്ടിട്ട് കൊടുക്കുക. ലേഡീസ് ഷർട്ടിന് രണ്ടും കട്ടിങ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. നേരെ കഴുത്ത് കോളറിന് കഴുത്ത് ഒരു റൗണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാറ് മടക്കി അടിക്കാനുള്ള മാറാണ്, അത് താഴെയും ഇവിടെയും ഒന്ന് ഇതിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കരക്കിനാരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക.
2 മാറിൻ്റെ കിനാരി സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. ഇനി കഴിഞ്ഞില്ല, ഷോൾഡർമെന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടില്ല. റിഗാൾ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇനി നേരെ തിരിച്ചിടുക. വീതിയുള്ള തുണിയാണെങ്കിൽ ഇങ്ങനെ കിട്ടും, ഇല്ലെങ്കിൽ വേറെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടി വരും. ഇത് നോക്കാം, നമുക്ക് ഇവിടെ ബാക്കിൻ്റെ അതേ ലൂസ് ഇവിടെ കിട്ടും. നമുക്ക് മാറ് കഴിച്ച് വേണം നോക്കാൻ, കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ എടുക്കുക. അടിഭാഗം ഫ്രണ്ടിനോടൊപ്പം തന്നെ വെട്ടി കൊടുക്കുക. ഇനി ചെറിയ കുട്ടികൾക്കൊക്കെ ഷോൾഡർ ഒരു 3 ഇഞ്ച് ഇതിനേക്കാൾ കൂട്ടിയിട്ട് മേലോട്ടിട്ട് കൊടുക്കുക. അവിടുന്ന് ഒരു 1.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരെ വര വരച്ച് കൊടുക്കുക, താഴെ വരച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ മാർക്ക് നോക്കുക, 12.25, അരയിഞ്ച് കൂട്ടിയിട്ട് 12.25 നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ അളവ് എടുത്ത് അതേ 2.25 ഇവിടെ എടുക്കുക. ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കഴുത്തിന്. ഇവിടുന്ന് അതേപോലെ തന്നെ ചേച്ചി വെട്ടി കൊടുക്കുക. ഇനി അതിനെ കഴുത്തായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. നേരെ ഷോൾഡറിനോട്ട് തിരിച്ച് വെട്ടി കൊടുക്കുക. നേരെ താഴോട്ട് വെട്ടി കൊടുക്കുക. ഇതിന് ബാക്കിൽ ഷോൾഡർ വരും, ബാക്ക് ഭാഗത്ത്. അതിന് നമ്മളൊരു 3.5 ഇഞ്ച് ഇവിടുന്ന് അവിടെ ഒരു ടെക്ക് ഇട്ട് കൊടുക്കുക. ഇനി സൈഡ് ഫ്രണ്ടിനോടൊപ്പം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിന് നമ്മൾ എക്സ്ട്രാ ഇട്ടത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് മടക്കി നോക്കിയിട്ട് റിഗാൾ നടന്ന് നോക്കുക. റിഗാൾ 15 കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ നമ്മൾ കൈ ഫിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് വേണ്ട സ്ലീവ്, കൈ. തുണി കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. തുണി നോക്കിയിട്ട് വേണം ചെയ്യാൻ. എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കോളറിന് ഇതിനൊന്നും കിട്ടൂല. ഇതിന് തുണി ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം. ഇതിനെ 4 ആയിട്ട് മടക്കി എടുക്കുക. നേരെ സെൻറ്റർ ഇട്ട് പിടിക്കുക. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈയിൻ്റെ ഇറക്കം എടുക്കുക. കൈ 7 ഇഞ്ച് കൈയും 1/2 ഇഞ്ച് തുന്നത്തുമ്പം കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഫോൾഡ് ചെയ്യാനായിട്ട് ഒരു 1.5 ഇഞ്ച് താഴോട്ടും. ഷർട്ടിന് എപ്പോഴും താഴെ മടക്കിയെടുക്കാൻ തുമ്പ് ഏറിട്ട് കൊടുക്കണം, 1.5 ഇഞ്ചെങ്കിലും മാറും. ഇനി കൈ ലൂസ് നമ്മൾ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച്, 1/2 ഇഞ്ച് തുന്നത്തുമ്പം കൂട്ടിയിട്ട് 10.5, അപ്പോൾ അതിൻ്റെ പാതി 5.5. ഇനി റിഗാൾ നമ്മളവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് 14 ഇഞ്ച് റിഗാളിനെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ താഴ്ന്നു നേരെ നനങ്ങുന്ന സൗണ്ട് പോലെ കട്ട് ചെയ്തെടുക്കുക. കൈൻ്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞു. ഫ്രണ്ട് പീസിന് 2 ഷർട്ടിന് 4 കൈയാണെങ്കിൽ ഫ്രണ്ട് ഭാഗം ശ്രദ്ധിക്കുക, കുഴിച്ച് വെട്ടി കൊടുക്കുക. ഫ്രണ്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വെട്ടിട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഇനി ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.